ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ പേഴ്സ് ഓഫ് ഈക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന പാഠഭാഗത്തിലെ പേജ് 18 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദ ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ഈസ് 20 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. ചോദ്യം മനസ്സിലായി കാണുമല്ലോ. ഒരു മട്ടത്രികോണത്തിൻ്റെ മറ്റ് രണ്ട് കോണുകളുടെ വ്യത്യാസം, അളവുകളുടെ വ്യത്യാസമാണ് 20 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 3 കോണുകൾ ഏവ. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. പേജ് 18 ഒന്നാമത്തെ ചോദ്യമാണല്ലേ. ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ദ ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ. റൈറ്റ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മട്ട ത്രികോണം. അതിൽ ഒരു കോൺ എത്ര? 90 ആണ് റൈറ്റ് ട്രയാംഗിൾ. ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾസ്. ഈ ആംഗിളിന് എക്സ് എന്നും ഈ ആംഗിളിന് വൈ എന്നും കൊടുക്കാം. ഇത് 90 ആണെങ്കിൽ ഇത് രണ്ടും കൂടി ചേരുന്നതാണ് 90. ഈ രണ്ട് കോണുകളുടെയും വ്യത്യാസം എത്ര? 20 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 3 കോണുകളും എത്ര? അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഇൻ right triangle ABC, angle B is equal to 90 degree. Right ആയതുകൊണ്ട്, right triangle ആയതുകൊണ്ട് one angle is 90 degree. Therefore, angle A plus angle C is equal to 90. മനസ്സിലായല്ലോ? 3 കൂടി 180. അതില് എക്ക് എക്സ് എന്നും സിക്ക് വൈ എന്നും കൊടുത്താൽ let angle A equals x and angle C equals y. Therefore, x plus y is equal to 90 എന്ന് കിട്ടും അല്ലേ? ഇക്വേഷൻ നമ്പർ 1, ഒന്നാമത്തെ സമവാക്യം. പിന്നെന്താ പറയുന്നുണ്ട്? ഈ രണ്ട് കോണുകളുടെയും വ്യത്യാസം 20 ഡിഗ്രിയാണ്. അത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം. x minus y is equal to 20. ഇക്വേഷൻ നമ്പർ 2. നോക്കിക്കേ, നമുക്കിത് ആഡ് ചെയ്യാം. രണ്ടും പ്ലസും മൈനസും ആഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകും. 1 plus 2. കുറച്ചുകൂടെ നീക്കി എഴുതാം. 1 plus 2. ഈ രണ്ട് സമവാക്യങ്ങളും നമ്മൾ കൂട്ടുകയാണ്. അപ്പൊ 1 plus 2 വരുമ്പം x plus x 2x plus y മൈനസ് y ക്യാൻസൽ ആവും. 90 plus 20 110. Therefore, x is equal to 110 by 2 equals 55 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഒരു ആംഗിള് 55 നമുക്ക് കിട്ടി. അപ്പൊ മറ്റേ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഇതിന്റെ അകത്ത് കൊടുത്തൂടെ? x plus y 90. ഇവിടെ ഇതാ x plus y is equal to 90. x 55 ആ. നമുക്കിവിടെ 55 എന്ന് കൊടുക്കാം. 55 plus y is equal to 90. Therefore, y is equal to 90 minus 55. y is equal to എത്ര? 90 55 പോയാൽ എത്ര? 45 ഡിഗ്രി. അപ്പൊ നമുക്ക് 3 ആംഗിളും ആയില്ലേ? Therefore, the 3 angles are എത്ര? 45, 55, 90 are the 3 angles. Okay, മനസ്സിലായല്ലോ? 45, 55, 90 എല്ലാം ഡിഗ്രിയിലാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം. When a larger number is divided by a smaller number, the quotient and remainder are both 2. When 5 times the smaller is divided by the larger, the quotient and remainder are still both 2. What are the numbers? ചോദ്യം മനസ്സിലായോ? ഞാൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഹരണഫലവും ശിഷ്ടവും 2 തന്നെയാണ്. എങ്കിൽ ആ ചെറിയ സംഖ്യയുടെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ അപ്പോഴും ഹരണഫലവും ശിഷ്ടവും
2 തന്നെ. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏവ? നമുക്ക് ചെയ്യാൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു. എന്താണ് പറയുന്നത്? വെൻ എ ലാർജർ നമ്പർ, അപ്പൊ 2 നമ്പർ ഉണ്ട്, ലാർജർ നമ്പറും ഉണ്ട് സ്മോളർ നമ്പറും ഉണ്ട്. ലാർജർ നമ്പറിന് എക്സ് എന്ന് കൊടുക്കുന്ന, സ്മോളർ നമ്പർ y എന്നും കൊടുക്കുന്നു. Larger number is divided by smaller number. Larger number is divided by smaller number. Quotient and quotient to remainder 2. ഹരണഫലവും ശിഷ്ടവും 2 ആണ്. ഹരണഫലവും ശിഷ്ടവും 2 ആണ്. ഉദാഹരണത്തിന് നമ്മള് 8നെ 3 കൊണ്ട് ഹരിക്കുന്നത്, 3 2 6, ശിഷ്ടം 2. നോക്കിക്കേ, കോഷ്യന്റും റിമൈൻഡറും 2 വന്നില്ലേ? 8 വലിയ നമ്പർ ആണല്ലോ, 3 ചെറിയ നമ്പർ ആണല്ലോ. അപ്പം വലിയ നമ്പർ നമ്മൾ എന്താ കൊടുത്തു? എക്സ്. ചെറിയ നമ്പർ എന്താ കൊടുത്തു? നമ്മള് വൈ. അപ്പൊ ഇത് ചേർന്ന് നമുക്കൊരു ഇക്വേഷൻ എഴുതിക്കൂടെ? എന്താണ്? നമ്പർ പിന്നെ larger number is divided by smaller number, the quotient and remainder are 2, both 2. അപ്പം നമ്മൾ ഒരെണ്ണം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഡിവിഡൻഡ് ഈക്വൽസ് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്, ഡിവിഡൻഡ് ഈക്വൽ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. എന്താണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഏത് സംഖ്യയാണോ ഹരിക്കുന്നത് അതാണ് ഡിവിഡൻഡ്. ഇവിടെ നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ. ഡിവിഡൻഡ് ഈക്വൽസ് ഡിവൈസർ, ഏതാണോ ഹരിക്കപ്പെടുന്നത്, ഏതുകൊണ്ടാണോ ഹരിക്കുന്ന ആ സംഖ്യ ഡിവൈസർ. കോഷ്യന്റ് ഹരണഫലം ശിഷ്ടം, ഹാര്യം ഹാരകം ഹരണഫലം ശിഷ്ടം, ഇങ്ങനെയാണ് മലയാളത്തിൽ പേര്. അപ്പൊ ഇതനുസരിച്ച് നമുക്ക് ഈ വില കൊടുത്തൂടെ? ഡിവിഡൻഡ് നമ്മൾ എന്താണ് എടുക്കുന്നത്? എക്സ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ഡിവൈസർ എന്താണ്? വൈ. വൈ ഇൻറ്റു കോഷ്യന്റ് എത്രയാണ്? 2. റിമൈൻഡർ എത്രയാണ്? 2. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് 2. ഒന്നാമത്തെ ഇക്വേഷൻ. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താ പറയുന്നത്? when 5 times the smaller, 5 times the smaller എന്ന് പറഞ്ഞാൽ 5y, 5 times the smaller divided by the larger, larger എന്ന് പറയുന്ന x അല്ലേ? അപ്പൊ അവിടെ ഡിവൈസർ ആരാണ് വരുന്നത്? x ആണ്. ഡിവിഡൻഡ് ആരാണ് വരുന്നത്? 5 times the smaller, 5y. ഡിവൈസർ ആരാ വരുന്നത്? ലാർജർ നമ്പർ x. ഇവിടെ കോഷ്യന്റും ഹരണഫലവും 2 തന്നെ. ഇങ്ങനെയാണ് വരുന്നത്. കോഷ്യന്റ് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അതായത് 5y ഈക്വൽസ് 2x പ്ലസ് 2 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. x ഇസ് ഈക്വൽ ടു 2y പ്ലസ് 2 എന്നും 5y ഈക്വൽസ് 2x പ്ലസ് 2 എന്നും കിട്ടി. ഇനി ഈ എക്സിന്റെ വില നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്താൽ പോരെ? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2. അതായത് ആദ്യത്തെ ഇക്വേഷനിലെ എക്സിന്റെ വില രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുന്നു. 5y ഈക്വൽസ് 2 ഇൻറ്റു എക്സ്. ആദ്യത്തെ ഇക്വേഷനിൽ എക്സ് എന്താണ് കിട്ടിയിരിക്കുന്നത്? 2y പ്ലസ് 2. അത് കൊടുക്കാണ്. പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 5y ഈക്വൽസ് 2 ഇൻറ്റു 2y 4y പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 2. 5y ഈക്വൽസ് 4y പ്ലസ് 4 പ്ലസ് 2 എത്ര? 6. ഈ 4y ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം 5y മൈനസ് 4y എന്ന് കിട്ടും, ഈക്വൽസ് 6. അപ്പൊ y ഈക്വൽസ് 6 എന്ന് കിട്ടും. ഈ വൈയുടെ വില നമ്മൾ ഒന്നാമത്തേൽ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടും? എക്സ് കിട്ടും. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് 2 ഈക്വൽ
2 into y എത്ര 6 plus 2 12 6 2 is 12 plus 2 x is equal to 14 എന്ന് കിട്ടി. അപ്പം larger number, what are the numbers? Larger number 14, smaller number 6. Larger number 14, smaller number 6. അപ്പൊ ഇത് നമുക്ക് ശരിയാണോ നോക്കുക. 14 6 കൊണ്ട് ഹരിക്കുമ്പോ 6 2 12 ശിഷ്ടം 2, ഹരണഫലവും ശിഷ്ടവും 2. ഇതിന്റെ 5 മടങ്ങ് 6 5 30. 30ന് എന്താണ് സ്മോളർ നമ്പർ 14 എത്ര കിട്ടും? 14 2 28 ശിഷ്ടം 2, ഹരണഫലവും ശിഷ്ടവും 2 തന്നെ. മനസ്സിലായല്ലോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, the sum of the digits of a 2-digit number is 11. The number got by interchanging the digit is 27 more than the original number. What is the number? അതായത് സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങൾ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 11 കിട്ടി. ഇപ്പം 56 ആണെങ്കിൽ 5 + 6 11. മനസ്സിലായോ? 47 ആണെങ്കിൽ 4 + 7 11. ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്. അപ്പോൾ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. 56നെ ഞാൻ 65 ആക്കുമ്പോൾ വില കൂടുകയായിരുന്നു അല്ലേ? എത്ര വ്യത്യാസം വരുന്നുണ്ട്? 56 നിന്ന് 65 വരുമ്പോൾ 9ന്റെ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ ഇവിടെയും നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ച് യൂണിറ്റ് പ്ലേസ് ബിക്കം ടെൻസ് പ്ലേസ് ആൻഡ് ടെൻസ് പ്ലേസ് ബിക്കം യൂണിറ്റ് പ്ലേസ്. അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 10ന്റെ സ്ഥാനത്തും 10ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തും വരുമ്പോൾ 27 കൂടുതലാവുന്നു. ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാവുന്നു. വാട്ട് ഈസ് ദ നമ്പർ? അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്ര? സംഖ്യ ഏതാണ്? മൂന്നാമത്തെ ചോദ്യം നമ്മൾ വായിച്ചു കഴിഞ്ഞല്ലോ. എന്താണ്? സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. ഉദാഹരണത്തിന് സം ഓഫ് ദ ഡിജിറ്റ് 5 6 11, 47 4 7 11, 38 3 8 11 അല്ലേ? അപ്പൊ അങ്ങനെ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. ദ ഡിജിറ്റ് ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്. ഇന്റർചേഞ്ചിങ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ 6 അപ്പുറം വരും 5 അപ്പുറം വരും. അപ്പൊ എത്ര വരും? 65 വരും. ഇതിനെ ഇന്റർചേഞ്ച് ചെയ്താലോ 74 വരും. ഇതിനെ ഇന്റർചേഞ്ച് ചെയ്താലോ 83 വരും. ഓക്കെ, ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ വലിയ നമ്പറാ വരുന്നത്. ചെറിയ നമ്പറാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വലിയ നമ്പറും, വലിയ നമ്പറാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ചെറിയ നമ്പറും കിട്ടും. അപ്പൊ ഇവിടെ പറയുന്നത് ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ 27 കൂടുതലായി. അപ്പം ചെറിയ നമ്പറാണ് ഇന്റർചേഞ്ച് ചെയ്ത്. നോക്കിക്കേ, 65 56 എത്ര വ്യത്യാസം? 9. ഇവിടെ നോക്കിക്കേ, 74 47 എത്ര വ്യത്യാസം? 7 6 4 2 27 വ്യത്യാസം അല്ലേ? ഇവിടെ നോക്കിക്കേ, 83 മൈനസ് 38 13 8 പോയാൽ 5 7 3 44. അപ്പൊ നോക്കിക്കേ, ഇന്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ സംഖ്യയാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ വലിയ സംഖ്യ കിട്ടും. വലിയ സംഖ്യയാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ചെറിയ സംഖ്യ കിട്ടും. അത് നമുക്ക് ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ 27 കൂടുതലാവുന്നു. അപ്പൊ ചെറിയ സംഖ്യയാണ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. അങ്ങനെയെങ്കിൽ സംഖ്യ ഏതാ? ഇപ്പൊ നമുക്ക് ആൻസർ ആയെന്ന് തോന്നുന്നു. നോക്കിക്കേ, 74 47 സംഖ്യ 27, 7 4 11. നമ്മൾ വെറുതെ ഉദാഹരണം എഴുതി നോക്കിയതേ ഉള്ളൂ. നമുക്ക് ആൻസർ ആയി. എന്താണ്? 47 ആയിരുന്നു ആദ്യത്തെ സംഖ്യ. ഇനി നമുക്ക് എക്സും വൈയും എടുത്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്. Let the digit in the unit place be y and that of
tens place b x. അപ്പോൾ നമ്പർ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും പ്ലേസ് വാല്യൂ അനുസരിച്ചാണ് നമ്മൾ നമ്പർ എഴുതേണ്ടത്. അപ്പം യൂണിറ്റ് പ്ലേസ് 1, ടെൻസ് പ്ലേസ് 10. അപ്പം നമ്മുടെ നമ്പർ 10x plus 1 into y. മനസ്സിലായോ? ഈക്വൽസ് നമ്പർ. നമ്മുടെ നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത്? യൂണിറ്റ് പ്ലേസ് വാല്യൂ അനുസരിച്ച് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ടെൻസ് പ്ലേസ് എക്സ് ആയതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്പർ എത്ര കിട്ടി? നമ്മുടെ നമ്പർ ഈക്വൽസ് 10x plus y എന്ന് കിട്ടും. നമ്മുടെ നമ്പർ ആണ് 10x plus y എന്ന് കിട്ടിയത്. അപ്പം സം ഓഫ് ദ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റുകൾ മാത്രമേ കൂട്ടത്തുള്ളൂ. മനസ്സിലായോ? ഈ പ്ലേസ് വാല്യൂ അനുസരിച്ച് നമ്പർ എഴുതുമെങ്കിലും സം ഓഫ് ദ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റ് മാത്രമേ കൂട്ടൂ. സം ഓഫ് ദ ഡിജിറ്റ്സ് equal 11. That is x plus y is equal to 11. Equation number 1. നമ്മുടെ നമ്പർ എന്താണ്? 10x plus y. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ എഴുതാം. അപ്പൊ ഒറിജിനൽ നമ്പർ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 10x plus y. ഇനി ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് നമ്പർ ഗോട്ട് ബൈ interchanging the ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ കിട്ടുന്ന സംഖ്യ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈക്വൽസ് എക്സിന്റെ സ്ഥാനത്ത് y വരും, വൈയുടെ സ്ഥാനത്ത് എക്സ് വരും. അപ്പൊ നമുക്ക് എന്താ വരും? 10y plus x എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഒറിജിനൽ നമ്പർ 10x plus y ഉം ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ നമ്പർ എന്തായി? 10y plus x. അപ്പം 27 വ്യത്യാസം. ഏതാ? ഇന്റർചേഞ്ച് ചെയ്തപ്പോ ആണ് വലിയ നമ്പർ വരുന്നത്. ഇത് ചെറിയ നമ്പർ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് 27 കിട്ടും. ഇക്വേഷൻ 10y plus x minus 10x plus y equals 27 according to the given information. അല്ലേ? According to the given information. തന്നിരിക്കുന്ന വിവരം അനുസരിച്ചാണ് നമ്മൾ ചെയ്തത്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കാം. 10y plus x ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 10x minus plus minus y equals 27. x minus 10x minus 9x. 10y minus y 9y equals 27. നമുക്ക് ഇതെല്ലാം 9ന്റെ മൾട്ടിപ്പിൾ അല്ലെ? ഡിവൈഡിങ് ബൈ 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11 സം ഓഫ് ദ ഡിജിറ്റ്. ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ആഡ് ചെയ്യാം. പ്ലസ് എക്സ് മൈനസ് എക്സ് ആഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകും. വൈ പ്ലസ് വൈ 2y equals 11 plus 3 14. Therefore y is equal to 14 by 2 equal 7. ഇത് ഒന്നാമത്തേൽ കൊടുക്കാം അല്ലേ? x plus y is equal to 11. That is x plus 7 is equal to 11. x is equal to 11 minus 7 equals 4. അപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടി. ഇനി നമുക്ക് നമ്പർ എഴുതിക്കൂടെ? നമ്പർ ഈക്വൽസ് 10x plus y. പ്ലേസ് വാല്യൂ അനുസരിച്ചാണ് എഴുതേണ്ടത് നമ്പർ. 10 into 4 plus y. 1 into y is y. That is 7. 40 plus 7 equals 47. അപ്പൊ നമ്മുടെ നമ്പർ എത്രയെന്ന് കിട്ടി?
number equals 47. Number equals 47. Okay. അപ്പോൾ നമ്മുടെ ആൻസർ ആയി, മൂന്നാമത്തെ ആൻസർ ആയി, നമ്പർ ഈക്വൽസ് 47. ഓക്കെ, നാലാമത്തെ ചോദ്യം. The price of 17 trophies and 16 medals is 2,180 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? അതായത് 17 ട്രോഫിക്കും 16 മെഡലിനും കൂടി 2,180 രൂപയാണ് പ്രൈസ്. അതുപോലെ തന്നെ 16 ട്രോഫിക്കും 17 മെഡലിനും 2,110 രൂപയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിൻ്റെയും വില എത്ര? മനസ്സിലായല്ലോ. നാലാമത്തെ ചോദ്യം വായിച്ചു കഴിഞ്ഞില്ലേ? മനസ്സിലായോ? മനസ്സിലാകാനൊന്നുമില്ല. പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ്. ഇവിടെ ട്രോഫിയും മെഡലിനെയും കാര്യമാണ് പറയുന്നത്. രണ്ടും കൂടി 2,180. പിന്നെ 16 ട്രോഫിയും 17 മെഡലും കൂടെ 2,110. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അപ്പൊ നമുക്ക് എക്സും വൈ എടുത്ത് ചെയ്യാം. ലെറ്റ് ദ പ്രൈസ് ഓഫ് 1 trophy be rupees X and that of 1 medal be rupees Y. ഇവിടെ എത്ര മെഡലുകളും എത്ര ട്രോഫിയും? 17 മെഡൽ. അപ്പൊ 17 ട്രോഫി 17 എക്സ് പ്ലസ് 16 മെഡൽ, ഒരു മെഡൽ വൈ, 16 മെഡൽ 16 വൈ. ഇതെത്ര? 2,180. ഇക്വേഷൻ. ഇതുപോലെ രണ്ടാമതൊരെണ്ണം കൂടി പറയുന്നുണ്ട്. 16 ട്രോഫി 16 എക്സ് 17 മെഡൽ ഈക്വൽസ് 2,110. ഇക്വേഷൻ നമ്പർ 2. ഇപ്പൊ നോക്കിക്കേ, 17 16 16 17. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് വേറൊരു രീതിയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാനത് പറഞ്ഞു തരാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ സംഖ്യയിലേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാതെ ആഡ് ചെയ്തും സബ്ട്രാക്ട് ചെയ്തും റെഡ്യൂസ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 1 + 2 എത്ര വരും? 33x പ്ലസ് 33y ഈക്വൽസ് 0 8 1 9 1 1 2 2 2 4 4,290. അപ്പൊ ഇതെല്ലാം ഇവിടെയും 33 ഇവിടെയും 33 ഉള്ളത് കൊണ്ട് 4,290നെയും 33 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. നമുക്ക് നോക്കാം. 1 33 എത്ര വരും? 9 വരും. 99 3 ടൈംസ് 99 0 ഇങ്ങോട്ട് കൊടുത്തു 130 ഉണ്ട്. അപ്പൊ ഡിവൈഡിങ് ബൈ 33 കൊണ്ട് ഈ ഇക്വേഷനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യാം. അപ്പം 33 ഹരിക്കുമ്പോ ഇവിടെ എക്സ് മാത്രം, ഇവിടെയും വൈ മാത്രം. 4,290 ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 130 കിട്ടും. ഇപ്പം ചെറിയ ഇക്വേഷൻ ആയില്ലേ? ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കാം. എന്താ കൊടുക്കാം? എ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്തിട്ട് വേറൊരു ഇക്വേഷൻ ആക്കി ആ കിട്ടുന്ന 2 ഇക്വേഷനും സോൾവ് ചെയ്താലും നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഓക്കെ, 2 ഇക്വേഷനും ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് മീൻ ചേഞ്ച് ദ സൈൻ ഓഫ് ദ ഇക്വേഷൻ ടു ബി സബ്ട്രാക്റ്റഡ് ആൻഡ് ആഡ്. രണ്ടാമത്തെ ഇക്വേഷന്റെ സൈൻ ചേഞ്ച് ചെയ്യുക. പ്ലസ് ബിക്കംസ് മൈനസ്. സബ്ട്രാക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെയും മൈനസ് ഇവിടെയും മൈനസ്. എന്നിട്ടും ചേഞ്ച് ചെയ്ത സൈനെ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. 17x നിന്ന് 16x പോയാൽ എക്സ്,
16y നിന്ന് 17y പോയാൽ -y ഈക്വൽസ് 0. 8 നിന്ന് പോയാൽ 7, 0, എത്ര 2 2 0, 70 നമുക്ക് ആൻസർ കിട്ടും. ഈ ഇക്വേഷൻ നമുക്ക് ബി എന്ന് കൊടുക്കാം. x - y = 70. ഇനി എയും ബിയും കൂടി നമുക്ക് സോൾവ് ചെയ്താൽ മതിയാവും. എന്താണ് എ എത്ര? x + y = 110. ഇക്വേഷൻ എ. ഇക്വേഷൻ ബി is x - y = 70. ഇക്വേഷൻ ബി. ഇവിടെ ഓക്കെ പ്ലസും മൈനസ്, അതുകൊണ്ട് ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലസ് വൈയും മൈനസ് വൈയും കട്ട് ചെയ്ത് പോകും. ഓൺ ആഡിങ് a + b gives x + x 2x. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോവും. 180 എന്ന് കിട്ടും, 180. Therefore x is equal to 180/2 equals 90 എന്ന് കിട്ടും. അപ്പൊ x 90 കിട്ടി. ഇനി y ഇതിൽ കൊടുത്ത കണ്ടുപിടിച്ചൂടെ? എത്ര? x + y = 110. 90 + y = 110. Therefore y is equal to 110 minus 90. y is equal to 20 എന്ന് കിട്ടും. നമുക്ക് എക്സും വൈയും കിട്ടി, 90 എന്നും 20 എന്നും കിട്ടി. അപ്പൊ നമ്മൾ എന്താണ് എടുത്തത്? ട്രോഫിയാണ് എക്സ് ആയിട്ട് എടുത്തത്, മെഡല് വൈ ആയിട്ട് എടുത്തത്. അപ്പം പ്രൈസ് ഓഫ് ട്രോഫി, പ്രൈസ് ഓഫ് ട്രോഫി, ട്രോഫിക്കല്ലേ വില കൂടുതലല്ലേ? ₹90. ട്രോഫിയുടെ വില 90. അപ്പോഴ് മെഡലിന്റെ വില എത്ര? ആൻഡ് ദാറ്റ് ഓഫ് മെഡൽ, വേണ്ട മെഡൽ എന്ന് എഴുതിയാൽ മതി. ആൻഡ് മെഡൽ ഈക്വൽസ് ₹20. മനസ്സിലായല്ലോ? ട്രോഫിക്ക് 90 രൂപയും മെഡലിന് 20 രൂപയും. അപ്പൊ നമ്മള് 4 ചോദ്യങ്ങൾ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ 4 ചോദ്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.